ഹലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഡിസ്കോഡ് ജെഎസിൻ്റെ ഏറ്റവും ബേസിക്സ് തൊട്ട് തുടങ്ങുന്നതെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതൊരു പുതിയ ഡിസ്കോഡ് ജെഎസിൻ്റെ വീഡിയോ സീരീസാണ്. ഇതിനകത്ത് ബേസിക്സ് തൊട്ടുള്ള ഫുള്ള് കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേലിസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബോട്ടിനെ എങ്ങനെ ഏറ്റവും ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു സീരീസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡോക്യുമെൻറ്റ്സിനകത്ത്. ബോട്ട്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എല്ലാ ബോട്ട്സിനും ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതിന് ഡിസ്കോഡ് ബോട്ട് എന്ന് എൻ്റെ പേര് കൊടുത്ത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ഡിസ്കോഡ് ബോട്ട് എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് വന്നിട്ട് ഞാൻ ആ ഫോൾഡറിനെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു സാധാ ചുമ്മാ ഒരു ഫോൾഡർ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ നമുക്കൊരു നോഡ് പ്രൊജക്റ്റിന് വേണ്ടത് ഒരു പാക്കേജ് ഡോട്ട് JSON എന്ന് പറയുന്ന ഫയലാണ്. അപ്പോൾ ആദ്യമേ നമ്മളൊരു നോഡ് പ്രൊജക്റ്റ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രോം എടുത്തിട്ട് നോഡ് JSON സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ പോയിട്ട് ഈ നോഡ് JSലെ 18.17.1 എന്ന് പറയുന്ന വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു പാക്കേജ് ഡോട്ട് JSON എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്തെടുത്തോ. ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് സിമ്പിളായിട്ടൊരു പാക്കേജ് ഡോട്ട് JSON ഫയലാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്ത് ആദ്യമേ നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കോഡ് ബോട്ട് എന്നുള്ള നെയിം ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്താണോ നിങ്ങളുടെ ബോട്ടിൻ്റെ പേര് ആ ബോട്ടിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ വേർഷൻ 1.0.0 ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. മെയിനകത്ത് ഇപ്പോൾ hello.js എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ മെയിൻ്റെ നിങ്ങൾ നോക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് എന്തൊക്കെ പാക്കേജുകൾ വേണം, അതായത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഈ ഒരു പാക്കേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഡിപ്പെൻഡൻസീസ് കൊടുക്കാനുള്ളത്. അപ്പോൾ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്കോഡ് JS എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പാക്കേജ് ഡോട്ട് JSON സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കാം. നമ്മുടെ കോഡെല്ലാം എഴുതാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡെല്ലാം എഴുതാൻ വേണ്ടി index.js എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാക്കി. ഇനി പാക്കേജ് ഡോട്ട് JSONനകത്ത് index.jsനെ പിടിച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മെയിനകത്ത് ഇപ്പോൾ hello.js ആണ് കൊടുത്തേക്കുന്നത്. അത് മെയിൻ ഫയലായിട്ട് hello.js ആണ് നോക്കണം. പക്ഷെ നമ്മളത് പറയണം നമുക്ക് hello.js അല്ല index.js ആണ് വേണ്ടത്. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ്സിനകത്ത് നമ്മൾ കൊടുക്കണം, ഇത് മാറ്റി index.js ആയി കൊടുക്കണം. അപ്പോൾ ഈ സാധനം നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്തെടുക്കുകയോ കോപ്പി ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ index.js നമ്മുടെ കോഡെല്ലാം എഴുതാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഫയലിനകത്തായിരിക്കും. ജാവാസ്ക്രിപ്റ്റിലായിരിക്കും നമ്മളുടെ കോഡെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് എങ്ങനെ ഒരു സംഭവം പ്രിൻറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഹലോ വേൾഡൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് console.log എന്ന് പറയുന്ന സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഈ console.log യൂസ് ചെയ്തിട്ട് നമുക്ക് കോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കാര്യങ്ങളെല്ലാം നോക്കാം. ഇത് നമുക്ക് മാത്രമേ കാണത്തുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല. റൺ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഈ സാധനം കാണത്തുള്ളൂ console.log. അപ്പോൾ ഞാൻ console.logനകത്ത് ബോട്ട് വർക്ക് ആവുന്നുണ്ട് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം റൺ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടെർമിനലിനകത്ത് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം npm start എന്ന് പറഞ്ഞ് അടിച്ചേക്കാണ്. ഇപ്പോൾ ബോട്ട് വർക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നതൊക്കെ നോക്കി. ഇനി എങ്ങനെയാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് കോഡ് ചെയ്യുന്നതിൻ്റെ ഫുൾ കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു വേരിയബിൾ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാധനം സേവ് ചെയ്ത് വയ്ക്കാം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഞാൻ കോൺസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ഞാൻ ഇപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്.
ഓക്കെ, കോൺസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്ത് എൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നെയിം എന്ന് പറയുന്ന സാധനത്തിനകത്തോട്ട് എന്ത് ചെയ്യണം, ഈ പേര് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണമെന്നാണ് അർത്ഥം. കോൺസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ്. ഈ നെയിമിനെ രണ്ടാമത് മാറ്റാൻ പറ്റത്തില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ നെയിം എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, മഹാദേവ് എന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ആ സാധനത്തിന് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരെ ബോട്ട് വർക്ക് ആവുന്നുണ്ടോയെന്ന് അടിച്ചതുപോലെ തന്നെ അതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ എന്ത് ചെയ്ത് നേരെ console.log എഴുതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ നമ്മുടെ ബോട്ട് വർക്ക് ആവുന്നുണ്ടെന്നൊക്കെ എഴുതുന്നതിന് പകരം എന്ത് ചെയ്യണം, നെയിം എന്ന് കൊടുത്തു വിട്ട്. അത് ഈ നെയിമിന് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കൊടുത്തു വിട്ട്. ഇനി എന്ത് ചെയ്യാം, ഒന്നുകൂടെ നമുക്ക് NPM സ്റ്റാർട്ട് അടിച്ചു നോക്കാം. അപ്പോൾ അതാണ്ട ഞാൻ അടിച്ചു കൊടുത്ത പേരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തു വിട്ടിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസ്റ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കോഡ് ചെയ്ത് വരണ വഴിക്ക് ഞാൻ മനസ്സിലാക്കി, അതായത് നെയിം എന്ന് പറയുന്ന സാധനം എനിക്ക് മഹാദേവ് എന്നല്ല, എനിക്ക് ഡിസ്കോഡ് എന്നാണ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നെയിം എന്ന് പറയുന്ന സാധനം ഡിസ്കോഡ് എന്നാക്കി. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ റൺ ചെയ്യാൻ പോവുകയാണ്. റൺ ചെയ്യുമ്പോൾ അതാ കണ്ട അസൈൻമെൻറ്റ് ടു എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ ടൈപ്പ് എറർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ലെറ്റ് നെയിം ഈക്വൽ ടു മഹാദേവ് എന്ന് കൊടുത്തു. നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് മാറ്റി. ലെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് വേരിയബിൾ സെറ്റ് ചെയ്താലും അത് നമുക്ക് എവിടെ വേണോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ലെറ്റ് നെയിം ഈക്വൽ ടു മഹാദേവ് എന്ന് കൊടുത്ത് എന്നിട്ട് എന്ത് രണ്ടാമത് നെയിമിനെ എന്ത് ചെയ്ത് ഡിസ്കോഡ് എന്നാക്കി. ഇനി എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. അതാണ്ട ഇപ്പോൾ ഡിസ്കോഡാണ് വന്നത്. ഇനി നെയിം ഡിസ്കോഡ് ആക്കുന്നതിന് മുന്നേ എന്താണെന്ന് നോക്കാൻ. നെയിം അപ്പണ്ട അപ്പോഴും മഹാദേവായിരുന്നു. എന്ത് ചെയ്ത് നെയിം ഡിസ്കോഡ് ആക്കിയപ്പോൾ എന്തായി, ഡിസ്കോഡായി. നമുക്ക് ഇങ്ങനെയൊക്കെ വേരിയബിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിതെല്ലാം നോക്കി. നമ്മുടെ കോൺസ്റ്റൻറ്റ് ലെറ്റും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും വേരിയബിൾ സെറ്റ് ചെയ്യണം എന്താണെന്ന് നോക്കി. ഇനി എന്തൊക്കെയാണ് നമുക്ക് വേരിയബിളിൽ സെറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച്. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് എഴുതുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, നമ്മൾ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, ഡബിൾ കോഡ്സിനകത്ത് എഴുതുന്നതിന് സ്ട്രിങ് എന്ന് പറയും. അത് ടെക്സ്റ്റ് ക്യാരക്ടറുകളായിരിക്കും. നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡബിൾ കോഡ്സിനകത്തോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സിംഗിൾ കോഡ്സിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നെയിം 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സിംഗിൾ കോഡ്സിനകത്ത് ഇപ്പോൾ ഡിസ്കോഡ് എന്ന് എഴുതിയാലും ഇതും വർക്കാവും. പക്ഷേ അത് എൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ ഇപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി മാറ്റി തന്നെയാണ്. സിംഗിൾ കോഡിലിട്ടാലും വർക്കാവും. ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്പർ എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. നമ്പറിന് എന്ത് ചെയ്യണ്ട, ഈ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ല നമ്പർ എഴുതിയാൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ ഒന്നും കൊടുക്കാതെ ഇപ്പോൾ ഇതൊക്കെ എഴുതി കൊടുത്താൽ എന്ത് ചെയ്യും, ഇത് എറർ അടിക്കും. കാരണം ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ ഒന്നും ഇല്ലാതെ നമുക്ക് നമ്പർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്കാവത്തുള്ളൂ. ഇപ്പം നമ്പറിനെ നമ്മൾ ഇൻറ്റിജർ എന്നാണ് പറയണത്. ഇനി മൂന്നാമതുള്ളതെന്ന് പറഞ്ഞാൽ അറേ എന്ന് പറയും. അറേ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ അറേ എന്ന് പറയണത്. അതായത് കുറേ സാധനങ്ങൾ ഇപ്പം നമ്മൾ കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പെട്ടിക്കകത്ത് കുറേ മുട്ടായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ടായി എല്ലാം ഉള്ള പെട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയണം, അറേ എന്ന് പറയണത്. അപ്പോൾ ഈ അറേ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു അറേ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്താണ് എന്ത് ചെയ്യാനുള്ളത്, അറേ എഴുതാനുള്ളത്. അപ്പോൾ അറേക്കകത്ത് പലതരം ഐറ്റംസ് വരാം. അതായത് എത്ര ഐറ്റംസ് വേണോ വരാം, പലതരം ഐറ്റംസും വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, അറേ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇതിന് ഞാൻ ഫ്രൂട്ട്സ് എന്ന് എഴുതിയാണ്. എന്നിട്ട് ഞാൻ കുറേ ഫ്രൂട്ട്സിനെ ഇവിടെ ചെയ്ത് വയ്ക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യമേ ആപ്പിള്, രണ്ടാമെന്താണ് മാങ്ങ, നമുക്ക് ചക്ക. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്ത് 3 ഫ്രൂട്ട്സിനെ ഇവിടെ സേവ് ചെയ്ത് വെച്ച്, 3 സ്ട്രിങ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പലതരം ഐറ്റമുകളെ എന്ത് ചെയ്യാം, നമ്മുടെ അരയ്ക്കകത്തോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി ഈ സ്റ്റോർ ചെയ്ത് വെച്ച സാധനത്തിന് നമ്മൾ റിട്രീവ് ചെയ്യണമല്ലോ, ഇത് ഉപയോഗിക്കണമല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്ത് ഒരു console.log എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം,
ഈ ഫ്രൂട്ട്സിനകത്തുള്ള എനിക്ക് എന്ത് ചെയ്യണം, ആപ്പിൾ എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻറ്റ് ചെയ്യണം. അതായത് ആപ്പിളിൻ്റെ അവിടെ ഒന്നാമത്തെ സാധനത്തിന് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. ആപ്പിൾ എന്ന് പറയണല്ല, ഒന്നാമത്തെ സാധനം എനിക്ക് പ്രിൻറ്റ് ചെയ്യണം ഫ്രൂട്ട്സിനകത്തുള്ള. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സിനകത്ത് എന്ത് ചെയ്യണം, ഒന്നാമത്തെ സാധനം പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ ഒന്നൊന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അതിനെ റൺ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മാങ്ങയെന്നാണ് വന്നത്. അതായത് അരയെന്നൊരു സാധനം വന്ന്, പക്ഷെ ഒന്നാമത്തെ സാധനമല്ലേ വന്നത്, രണ്ടാമത്തെ സാധനമാണല്ലേ വന്നത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അരയ്ക്കകത്ത് നമ്മൾ 0 തൊട്ടാണ് എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണത്. അത് ഒന്നാമത്തെ ഐറ്റം 0ആണ്, രണ്ടാമത്തെ ഐറ്റം 1ആണ്, മൂന്നാമത്തെ ഐറ്റം 2ആണ്, അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 0 എന്ന് കൊടുത്തിട്ട് നോക്കാം എന്താണ് പറയണതെന്ന്. ഇപ്പോൾ എന്തോന്ന് 0 എന്ന് കൊടുത്തപ്പോൾ എന്തോന്ന്, ആപ്പിൾ എന്ന് വന്നു. അപ്പോൾ അരയ്ക്കകത്ത് നിന്ന് എങ്ങനെയാണ് ഐറ്റം റിട്രീവ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ 0 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ഐറ്റം വരും, 1 എന്ന് കൊടുത്താൽ സെക്കൻഡ് ഐറ്റം വരും, 2 എന്ന് കൊടുത്താൽ തേർഡ് ഐറ്റം വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഐറ്റങ്ങളെ എടുക്കാം. പക്ഷെ അങ്ങനെയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഇതിനകത്തുള്ള എല്ലാ ഐറ്റമുകളെയും ലിസ്റ്റ് ചെയ്യണം. അതായത് ഈ അരയ്ക്കകത്തുള്ള എല്ലാ ഐറ്റമുകളെയും എന്ത് ചെയ്യണം, എനിക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. എങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നൊരു ലൂപ്പാണ് അതിന് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് ഇടും. എന്നിട്ടൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, അതേപോലെ തന്നെ ക്ലോസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, കേർലി ബ്രേസസ് എന്ത് ചെയ്യണം, 2 ഇടണം. ഓപ്പണും ക്ലോസും ചെയ്യണം. എന്നിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അകത്ത് എഴുതാനോ എന്തിനോ പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എഴുതുന്നത് എന്തായിരിക്കും, ഈ ബ്രാക്കറ്റിനകത്തായിരിക്കും. അതായത് ഫോർ ലൂപ്പ് ഒരു കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കണ്ടീഷൻ ആണെങ്കിൽ ആ കണ്ടീഷൻ വരെ എന്ത് ചെയ്യും, നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ്, നമ്മുടെ കേർലി ബ്രാക്കറ്റിനകത്തുള്ള കാര്യം റൺ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കണ്ടീഷൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ പറയണം, നമ്മൾ ലെറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഐ എന്ന് പറയുന്നൊരു വേരിയബിളിനെ സെറ്റ് ചെയ്തിട്ട് അതിന് 0 എന്നുള്ള സാധനം കൊടുത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ടാമത് പറയാണ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, 3യെക്കാട്ടിലും ചെറുതായിരിക്കുന്നത് വരെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു. അതായത് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ഐയെ കൂട്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്തു, ഫോർ ലൂപ്പിനകത്ത് ആദ്യം പറഞ്ഞ് ഐ എന്ന് പറയുന്ന സാധനത്തിന് 0 എന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഐ 3 ആവുന്നത് വരെ റൺ ചെയ്യണം. 3 ആവുന്നവരല്ല, 3നെക്കാട്ടിലും ചെറുതാവുന്നത് വരെ റൺ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ഓരോന്ന് വെച്ച് കൂട്ടി പോകണം. 1 വെച്ച് കൂട്ടി പോകണമെന്നാണ് എന്ത് ചെയ്യണം, ഈ ഒരു ഐ പ്ലസ് പ്ലസ് എന്ന് പറയണം. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, എന്താണ് നമുക്ക് കിട്ടുന്ന ഐ എന്ന് നോക്കാം. ആദ്യം ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്ത് ചെയ്യുക, ആദ്യം പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തോന്നുണ്ടാ, 0 1 2 എന്ന് വന്നു. നമുക്ക് എന്തൊക്കെയാണ്, നമ്മുടെ അരയ്ക്കകത്തുള്ള ഏതൊക്കെയാണ് പൊസിഷൻ വേണ്ടത്, 0th എലമെൻറ്റ് വേണം, ഫസ്റ്റ് എലമെൻറ്റ് വേണം, സെക്കൻഡ് എലമെൻറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കറക്റ്റ് ഏതൊക്കെയാണോ എലമെൻറ്റ് വേണ്ടത്, ഏതൊക്കെയാണോ പൊസിഷൻ വേണ്ടത്, അത് കറക്റ്റായിട്ട് നമ്മുടെ ഫോർ ലൂപ്പിൽ നിന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിൽ നിന്ന് ഈ ഐ എന്ന് പറയുന്ന പൊസിഷൻ വെച്ചുകൊണ്ട് എടുക്കാം. ഈ ഫ്രൂട്ട്സിനകത്ത് ഞാനിപ്പോൾ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വർക്ക് ആവണം, ആദ്യത്തെ തവണ ഫോർ ലൂപ്പ് വർക്ക് ആകുമ്പോഴത്തേക്ക് ഈ 0 എടുത്ത് ഐൻ്റെ അവിടെ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ആപ്പിൾ കിട്ടണം. പിന്നെ രണ്ടാമത്തെ തവണ 1 കൊടുക്കുമ്പോൾ മാങ്ങ കിട്ടണം. മൂന്നാമത്തെ തവണ 2 ഇട്ട് കൊടുക്കുമ്പോൾ ചക്ക കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. വേണ്ട, ആപ്പിൾ മാങ്ങ ചക്ക കറക്റ്റാ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട കാര്യം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ തേങ്ങ ആഡ് ചെയ്ത്, പിന്നെ എന്ത് ചെയ്യണം, ഗ്രേപ്സ് ആഡ് ചെയ്ത്, അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് 2 സാധനം കൂടെ ആഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കിയാൽ ആ സാധനങ്ങൾ വരില്ലല്ലോ. കാരണം എന്താണ്, ഞാൻ പറയണം 3ന് ശേഷം ഒന്നും വർക്ക് ആവരുത്, അത് 3 ആവണതിന് മുന്നേ വരെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞേക്കാണ് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം, നമുക്ക് ഫ്രൂട്ട്സിനകത്ത് എത്ര ഐറ്റമുകളുണ്ടോ അതുവരെ എന്ത് ചെയ്യണം, ഇത് റൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ലെങ്ത് എടുക്കാം. ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്രൂട്ട്സിനകത്ത് എത്ര ഐറ്റം ഉണ്ടോ അത്ര ഐറ്റത്തിൻ്റെ നമ്പർ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടിട്ട് തരും. ഇനി റൺ ചെയ്ത് നോക്കാം. വേണ്ട, ആപ്പിൾ മാങ്ങ ചക്ക തേങ്ങ ഗ്രേപ്സ് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒരു അരയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്രിൻറ്റ് ചെയ്തെടുക്കാം.